യുദ്ധത്തിന് നടുവിൽ ഉയർന്നു വന്ന കുഞ്ഞു സക്രാരികൾ. ഇന്ന് ലോകമെമ്പാടും യുദ്ധത്തെക്കുറിച്ചും യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുമുള്ള വാർത്തകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ ഞാനിന്ന് നിങ്ങളോടുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ നടുവിൽ ഉയർന്നു വന്ന കുഞ്ഞു സക്രാരികളെക്കുറിച്ചാണ്. അത് 10 അല്ല, 100 അല്ല, 450ഓളം വരും. കാര്യം മനസ്സിലായോ? മധ്യപൂർവ്വ ഏഷ്യയിൽ വിവിധ സംഘർഷങ്ങൾക്കിടയിൽ ഇറാഖിലെ ഖരാഗോഷിൽ 100 കണക്കിന് കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടന്നു. കഴിഞ്ഞ ഒരു മാസമായി പട്ടണത്തിലെ വിവിധ പള്ളികളിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ 450 കുഞ്ഞുങ്ങളാണ് ആദ്യമായി ഈശോയെ സ്വീകരിച്ചത്. ആർച്ച് ബിഷപ്പ് ബെനഡിക്റ്റസ് ഹാനോ തിരുക്കർമ്മങ്ങളിൽ കാർമ്മികനായി. നിർബന്ധിത നാടുകടത്തൽ മൂലം അനുഭവിച്ച നിരവധിയായ കഷ്ടപ്പാടുകൾക്കിടയിലും പൂർവിക മാതൃരാജ്യത്തേക്ക് മടങ്ങാനുള്ള ക്രൈസ്തവരുടെ ദൃഢനിശ്ചയത്തെയും ഉറച്ച വിശ്വാസത്തെയും ആർച്ച് ബിഷപ്പ് പ്രശംസിക്കുകയുണ്ടായി. നോക്കണേ, അവരുടെ വിശ്വാസത്തെ പ്രതി നാട് കടത്തപ്പെട്ടവർ ഏത് നിമിഷവും മരണം തൊട്ടു മുന്നിൽ കാണാം. പ്രിയപ്പെട്ടവരുടെ വേർപാട് പലതും സംഭവിച്ചിരിക്കാം. എന്നിട്ടും ആ ഭയപ്പാടിൻ്റെ ഇടയിൽ നഷ്ടങ്ങളുടെ നടുവിൽ ദിവ്യകാരുണ്യം സ്വപ്നം കണ്ടു വളർന്ന കുഞ്ഞുങ്ങൾ. നഷ്ടങ്ങളുടെ നടുവിലും ദിവ്യകാരുണ്യനാഥനെ സ്വപ്നം കാണാൻ അവരെ ഒരുക്കിയ അവരുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ. ആർച്ച് ബിഷപ്പ് ഹാനോ ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ അവരോട് പങ്കുവെച്ച കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിങ്ങനെയാണ്: ഈ കുട്ടികൾ വിശ്വാസത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരം സ്വീകരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ വിശ്വാസ പ്രതിബദ്ധതയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ സഭ വളർന്ന് അഭിവൃദ്ധി പ്രാപിക്കുന്നു. കുട്ടികളുടെ വിശ്വാസം വളർത്തുന്നതിൽ കത്തോലിക്ക കുടുംബങ്ങൾ നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഒപ്പം അദ്ദേഹം കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ വലിയൊരു സത്യം കൂടിയുണ്ട്. പിതാവും മാതാവും വിശ്വാസത്തിൽ ഐക്യപ്പെടുമ്പോൾ കുടുംബം പ്രലോഭനങ്ങൾ, തിന്മ, ധാർമ്മിക വ്യതിയാനം എന്നിവയെ ചെറുക്കാൻ കഴിവുള്ള ഒരു കോട്ടയായി മാറുകയാണ് എന്ന്. 2014 ഓഗസ്റ്റ് 6 ഇസ്ലാമിക് സ്റ്റേറ്റ് നിനവേ മേഖല പിടിച്ചടക്കിയപ്പോൾ അവിടെ നിന്നും നിർബന്ധിതമായി പുറത്താക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ. ക്രിസ്തു വിശ്വാസം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അവർക്ക് ഒരുപക്ഷെ അവിടെ തുടരാനാകുമായിരുന്നു. എന്നാൽ അവർ അതിനൊരുക്കമായില്ല എന്ന് മാത്രമല്ല, വിശ്വാസം സംരക്ഷിക്കുന്നതിനായി അവർ തങ്ങളുടെ വീടുകളും സ്വത്തുക്കളും ഉപേക്ഷിക്കാൻ തയ്യാറായി. നമുക്കറിയാം, തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ആയിരക്കണക്കിന് ക്രൈസ്തവരാണ് ഈ കാലയളവിൽ പീഡിപ്പിക്കപ്പെട്ടത്. ഇറാഖിൻ്റെ വടക്കൻ നിനവേ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ബാഗ്ദാദ് എന്നറിയപ്പെടുന്ന സ്ഥലം ഇപ്പോഴും രാജ്യത്തെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പട്ടണങ്ങളിൽ ഒന്നാണ്. എന്നാൽ മറ്റൊരു കാര്യമുള്ളത്, 2014 മുൻപ് ഏകദേശം 60,000 ആയിരുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം ഇന്ന് ഈ മേഖലയിൽ 30,000 കുറഞ്ഞു എന്നുള്ളതാണ്. വിശ്വാസ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടും ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് മുന്നേറുന്നവർ, സഹനങ്ങളെ ക്രിസ്തുവിനെ പ്രതി ഏറ്റെടുക്കുന്നവർ, ക്രിസ്തുവിനെ എല്ലാ അർത്ഥത്തിലും പിന്തുടരുന്നവർ, ക്രിസ്ത്യാനികൾ എന്ന പേരിനോട് തീർത്തും നീതി പുലർത്തുന്നവർ. ക്രിസ്ത്യാനികൾ എന്നല്ലാതെ അവരെ വേറെന്ത് വിളിക്കാൻ? ദൈവത്തിന് സ്തുതി.